ബിഗ് ബോസ്. ലാലേട്ടൻ ഒരു കണ്ടന്റ് അങ്ങനെ വലിച്ചു കീറി. ഏത് കണ്ടന്റ്? പരസ്പരം ആരോപണമുന്നയിച്ച് ഹൗസിൽ നിലനിൽക്കാനുള്ള സ്ട്രാറ്റജി. പോട്ടെ. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത്രയും നാളത്തെ ബിഗ് ബോസ് ചരിത്രത്തിൽ ബിഗ് ബോസിന് ആവശ്യമുള്ളത് ഇത് തന്നെയല്ലേ? അവരെ കൊണ്ട് അത് പറയിപ്പിക്കും, എന്നിട്ട് അത് വലിച്ചു കീറുന്നെന്ന് ചുമ്മാ പറയുകയും ചെയ്യും. എനിവേ, ട്രോൾസ് നിറയുന്നു. പക്ഷേ ഒന്നുമില്ല. ബിഗ് ബോസിന് ആവശ്യമുള്ളതും അത് തന്നെയാണ്. സമാധാനപരമായിട്ട് പോകുന്ന ഒരു ഷോ കണ്ട വ്യൂസ് കുറയും. വ്യൂസ് കൂടണമെങ്കിൽ തല്ലുണ്ടാവണം. സമാധാന ചർച്ചകളൊന്നും തന്നെ വ്യൂസിനെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല. ഇതറിയാവുന്ന ബിഗ് ബോസ് അതിനുള്ള ആവശ്യമുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒടുവിൽ പറയും ഈ കണ്ടന്റ് ഇല്ലെന്ന്. എന്താ അല്ലേ? നടക്കട്ടെ. എന്താ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഹോട്ടൽ തുള്ളൽ, പറയന്തുള്ളൽ, ചീതങ്കം തുള്ളൽ, ഇതൊക്കെ ജനശ്രദ്ധ ആകർഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? കോണ കേട്ട് തുള്ളിയാൽ ആൾക്കാർ കൂടും. അതതിൻ്റെ കലാവാസനയാണെന്നൊക്കെ പിൽക്കാലത്ത് അറിയപ്പെട്ടു. അതും അമ്പല നടയിൽ കോണ കേട്ട് തുള്ളിയ ആൾക്കാർ പിന്നെ കാണാൻ പറ്റത്തില്ലേ? വേഷവിധാനമൊക്കെ മാറിയപ്പോൾ പിന്നെ അതിൻ്റെ മൂല്യവും കുറഞ്ഞു. സ്വാഭാവികം. അപ്പോൾ അടിയാണ് ബിഗ് ബോസിന് വേണ്ടത്. അടിയല്ല ബിഗ് ബോസിന് അടി ബിഗ് ബോസിന് വേണ്ടായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് അടി നടക്കുന്നത് ഫോക്കസ് ചെയ്യുമായിരുന്നു. എപ്പം എവിടെ അടി നടന്നാലും അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആരോപണങ്ങളൊക്കെ ഒപ്പിയെടുത്ത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അടിയാണ് ബിഗ് ബോസിന് ആവശ്യം. ആരോപണങ്ങളാണ് ബിഗ് ബോസ് ആവശ്യം. സോ അടി നടക്കട്ടെ, എന്നാലേ ഒരു സുഖമൊക്കെ ഉള്ളൂ കാണാൻ.